ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, വേദി അനുഗ്രഹീതമായ വേദി സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സോളാർ ട്രസ്റ്റിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള സോളാർ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ വൈകിയാണ്, നിശ്ചയിക്കപ്പെട്ട സമയത്തിനും വൈകിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിച്ചത് എന്നുള്ളതുകൊണ്ട് സോളാർ വളരെയധികം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടും സോളാറിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ചെയർമാൻ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രശസ്ത സംഗീതജ്ഞനും സോളാറിൻ്റെ ചെയർമാനുമായ പണ്ഡിറ്റ് ശ്രീ രമേശ് നാരായണൻ സാറിനെ സോളാർ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, ഫെസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത, പുരസ്കാര സമർപ്പണം നിർവഹിച്ച മന്ത്രി ശ്രീ KN ബാലഗോപാൽ, അദ്ദേഹത്തിന് സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സോളാറിൻ്റെ മുഖ്യ രക്ഷാധികാരി, കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി സോളാർ കുടുംബം ആദരവ് നൽകിയ ഏറെ ആദരണീയനായ MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ, ഏറെ ആദരണീയനായ ഡോക്ടർ ഗീവർഗീസ് ജോർജ് സാറിന് സോളാറിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി, നമുക്കറിയാം, എഴുത്തുകാരൻ, ചലച്ചിത്ര സംവിധായകൻ, വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ വയലാർ മാധവൻകുട്ടി സാറിന് സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സംഗീത അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്ത പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പ് ബച്ചൻ സാർ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പദവി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്ത റഫീഖ് അഹമ്മദ് സാർ, സോളാർ സ്കൂൾ മിഷൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ഋഷിരാജ് സിംഗ് IPS, ഈ ഫെസ്റ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അഹോരാത്രം ഒരു കാരണവരെ പോലെ കൊല്ലം ജില്ലയിൽ തമ്പടിച്ച് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇന്ന് ഈ ഫെസ്റ്റ് ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കുവാൻ നേതൃത്വം വഹിച്ച സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഏറെ പ്രിയപ്പെട്ട ശ്രീ അനിൽ ചേർത്തല അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വൈസ് ചെയർമാൻ, നമുക്കറിയാം, സാഹിത്യ നിരൂപകനാണ്, നിരവധി ചാനലുകളിലൂടെയും മാസികകളിലൂടെയും വാരികളിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ നാം വായിച്ച് അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ വൈസ് ചെയർമാൻ ശ്രീ TP ശാസ്ത്രമംഗല സാറിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് വിഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന നമുക്കേറെ സുപരിചിതനായ നമ്മുടെ ഡോക്ടർ മുരളി മോഹൻ സാറിനെ സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആയി ചുമതല വഹിക്കുന്ന ശ്രീ PA സജിമോൻ സാറാണ്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ഫെസ്റ്റിൻ്റെ വിജയത്തിനായി ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന സജിമോൻ സാറിൻ്റെ സേവനങ്ങൾ പ്രത്യേകമായി ഓർക്കുന്നു. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സോളാർ ട്രസ്റ്റിൻ്റെ ആലോചന മുതൽ ഇന്ന് ഈ ദിവസം വരെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഒരുപാട് ത്യാഗനിർഭരമായ, എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ഒരുപാട് ത്യാഗനിർഭരമായ സേവനങ്ങളിലൂടെ ഈ ഫെസ്റ്റിൻ്റെ വിജയം പരിപൂർണതയിലെത്തിക്കുവാൻ വേണ്ടി പ്രയത്നിച്ച സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ചീഫ് ഓർഗനൈസർ ശ്രീമതി NGP മാത്തുവിന് സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ
ആശംസകൾ അറിയിച്ച കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ SR രമേശ് അവർ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ മുഖ്യ രക്ഷാധികാരികളിൽ ഒരാളായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആലോചിക്കുകയും ചോദിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഫെസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും ഇടപെടുകയും വേണ്ട സഹായങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുന്ന നമ്മോടൊപ്പം നിന്ന ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കൊല്ലം ജില്ലയുടെ മുഖ്യ രക്ഷാധികാരിയായി ഒരാളായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, അദ്ദേഹം കൂട്ടിക്കുറപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ആഗ്രോ ഫുഡിൻ്റെ ചെയർമാൻ, അദ്ദേഹം ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ എത്തുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഇപ്പോൾ വരെ ഒരുപാട് തിരക്കുകളുണ്ടായിട്ട് പോലും ഈ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോലും നമ്മളോടൊപ്പം നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ശ്രീ ബെന്നി കക്കാട് സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇവിടെ പരാമർശിക്കപ്പെട്ടു. പ്രിയാമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം തന്നെ പറഞ്ഞു, ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യ ചുവട് വെച്ച് ഇവിടെ കടന്നു വന്നത് മുതൽ ഈ നിമിഷം വരെ വളരെ പോസിറ്റീവായി കാര്യങ്ങളെ സമീപിക്കുകയും സോളാർ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുകയും ഇവിടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് സോളാർ ഫാമിലിയോടൊപ്പം ചേർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രിയ മാമിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ, നമുക്കറിയാം, നമ്മൾ ഏറ്റവും നമ്മൾ ആദരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് സാഹിത്യത്തിന് പുരസ്കാരം നേടിയ ഏഴാച്ചേരി രാമേന്ദ്രൻ സാർ, സംഗീത പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മി, സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ ചവറ KS പിള്ള സാർ, അതിജീവനത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ കൃഷ്ണകുമാർ PS, ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ സിസ്റ്റർ റോസ്ലി, പത്രപ്രവർത്തനത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ ജയചന്ദ്രൻ നിലങ്കത്ത്, മികച്ച പത്രപ്രവർത്തന രംഗത്തെ ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ മാതൃഭൂമിയുടെ CR ഗിരീഷ് കുമാർ അവർ അടക്കം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ പ്രതിഭകൾക്കുള്ള ആദരവുകൾ നമ്മൾ നൽകിയുണ്ടായി. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. അവർക്കേവർക്കും ഈ സാന്നിധ്യം കൊണ്ട് ഇവിടെ കടന്നു വന്ന സോളാറിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ പ്രതിഭകൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നന്ദി അറിയിക്കുവാനുള്ളത് ഈ ഫെസ്റ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മനസ്സോടെ ഒരു മെയ്യായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കൊല്ലം ജില്ലാ വർക്കിംഗ് കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റായി നേരത്തെ പരാമർശിച്ചു, വൈസ് പ്രസിഡന്റായി ചുമതല വഹിക്കുന്ന ശ്രീമതി ഗീത, ചീഫ് കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ ഷാജി ചെമ്പകശ്ശേരി, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി വർക്കിംഗ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീമതി രജനി PS, ജോയിന്റ് സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്ന ശ്രീമതി സിനി VG ടീച്ചർ, ശ്രീ സുധി മാറനാട്, ശ്രീ വിപിൻ കണിക്കോണത്ത് അടക്കം സോളാറിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീമതി ബീന ബിയ, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി നമ്മുടെ ലീഗൽ സെല്ലിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അംഗങ്ങളായ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുടെ ഒരു സംഘം ആദ്യാവസാനം വരെ ഇതിൻ്റെ എല്ലാ സംഘാടനത്തിനും മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും ചിട്ടയായ സംഘാടനത്തിനും വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു. അഡ്വക്കേറ്റ് പ്രേം ഹരിദാസന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് സ്മിത വിനോദ്, അഡ്വക്കേറ്റ് സെബി എസ് റോയ്, അഡ്വക്കേറ്റ് നിതിൻ പ്രസാദ്, അഡ്വക്കേറ്റ് വിഷ്ണുയൻ അടക്കമുള്ള നമ്മുടെ ലീഗൽ സെല്ലിൻ്റെ സോളാർ ലീഗൽ സെല്ലിൻ്റെ പ്രതിനിധികളെ പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ വളരെ മനോഹരമായി കമ്പയർ ചെയ്ത ശ്രീമതി ആരതി ലാൽ, അതുപോലെ തന്നെ സോളാറിൻ്റെ ഭാഗമായി നമ്മൾ ഫെസ്റ്റിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ
സാഹിത്യ സംഗീത മത്സരങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചെത്തിച്ച അവരുടെ മാതാപിതാക്കൾക്കും വിജയികളായ കുഞ്ഞുങ്ങൾക്കും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി അവരെ മുന്നോട്ട് നയിച്ച അവർ പ്രതിദാനം ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകൾക്കും അതിൻ്റെ ഹെഡ്മാസ്റ്റർമാർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഫെസ്റ്റിന്റെ ഭാഗമായി ഇവിടെ ഒരു സുവനീർ ഇന്നലെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ പ്രകാശനം ചെയ്യുകയുണ്ടായി. ആ സുവനീറിനെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി പരസ്യം നൽകിയ പരസ്യദാതാക്കൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അല്പമായും അധികമായും ഇവിടെ പേര് പരാമർശിക്കപ്പെടാതെ പോയ എല്ലാവരും ഈ സോളാറിന്റെ കുടുംബത്തിന്റെ ഭാഗമായി നിന്ന് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. പേര് പരാമർശിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് അവരുടെ അധ്വാനത്തിന് മൂല്യമില്ലാതാകുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി ക്ഷമ ചോദിക്കുന്നു. അവർക്കും കൃത്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യമാണ് നമ്മുടെ എംജിഎം സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ മുതൽ ഈ സ്കൂളിൽ ഈ പ്രോഗ്രാം ഈ ഫെസ്റ്റ് അവസാനിക്കുന്ന ഈ സമയം വരെ എപ്പോഴും സോളാർ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ സോളാറിന്റെ ഫെസ്റ്റിന്റെ വിജയത്തിനായി അക്ഷീണം അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു വിഭാഗം ഇവിടെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഇവിടുത്തെ വിദ്യാർത്ഥിനികളുമാണ്. അവരുടെ ഒരു കാര്യം പോലെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം നമ്മൾ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്നത്. അവർ നമ്മുടെ ഭാഗമാണെങ്കിൽ അവരെ തിരിച്ചറിയാത്തതല്ല. അത്ര ആത്മാർത്ഥമായി അടുക്കും ചിട്ടയുമായി കൃത്യമായി അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ഇതിന്റെ നടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായാലും പരസ്പരം മത്സരിക്കാതെ വൈഷമ്യങ്ങൾ കാണിക്കാതെ നിറഞ്ഞ പുഞ്ചിരിയുമായി സ്നേഹത്തോടെ ഇടപെടുകയും സഹകരിക്കുകയും ചെയ്ത് ഈ ഫെസ്റ്റിനെ ഒരു മഹാവിജയത്തിലേക്ക് നയിക്കുവാൻ വലിയ പങ്കാളിത്തം വഹിച്ച എംജിഎം സ്കൂളിന്റെ ഈ അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാ സ്റ്റാഫുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരെ ഇവിടെ എത്തിച്ച രക്ഷിതാക്കൾക്കും ഈ ഫെസ്റ്റിന്റെ ഭാഗമായി ഇവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ആ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സോളാർ ഇന്റർനാഷണൽ ഓർഗനൈസേഷന് വേണ്ടി ഹൃദയപൂർവ്വം കൃതജ്ഞത അറിയിച്ചുകൊണ്ട്